നല്ല വചനം പേജിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചു വരുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എനിക്കുള്ള സ്നേഹവന്ദനം ഒരിക്കൽ കൂടി പ്രകാശിപ്പിക്കുകയാണ്. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലുമായി ഒരു വിശ്വാസിയുടെ ആത്മരക്ഷ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്നതായിട്ടുള്ള വേദഭാഗങ്ങൾ കൂടെ അനുക്രമമായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പഠന പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇന്ന് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ഞാൻ തിരിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യമാണ് പ്രസ്തുത പഠന വിഷയമായ വാക്യം. അവിടെ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു: ഈ ദുഷ്കർമ്മം ചെയ്തവനെക്കുറിച്ച് നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ശക്തിയോട് ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടുന്നതിന് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണം എന്ന് വിധിച്ചിരിക്കുന്നു. ഈ വേദഭാഗം 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പറയപ്പെടുന്ന ദുർനടപ്പുകാരനായ വിശ്വാസിയെക്കുറിച്ചാണ്. കൊരിന്തിലെ സഭയിൽ തൻ്റെ പിതാവിൻ്റെ ഭാര്യയെ, അതായത് സ്റ്റെപ്പ് മദറിനെ, തൻ്റെ ഭാര്യയായി വെച്ചുകൊണ്ടിരുന്ന, ലജ്ജാരഹിതമായ നിലയിൽ ജീവിച്ചു വന്ന, സഭാജീവിതം നയിച്ചു വന്ന ഒരു വിശ്വാസി ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടുത്തെ പാസ്റ്ററായിരുന്നു, എൽഡറായിരുന്നു, ഇനി ഒരു സാധാ വിശ്വാസിയായിരുന്നു, സഭയുടെ സെക്രട്ടറി ആയിരുന്നു. ഇതൊന്നും നമുക്കറിയാൻ വയ്യ. ഏതായാലും സഭ ഈ മനുഷ്യനെക്കുറിച്ച് യാതൊരു നിലയിലുള്ള ഡിസിപ്ലിനറി ആക്ഷനും എടുത്തിരുന്നില്ല. അദ്ദേഹം തൻ്റെ പാപ ജീവിതത്തിൽ തന്നെ ആ അവസ്ഥയിൽ സഭയിൽ തുടരുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഈ മനുഷ്യനെ തൻ്റെ സ്റ്റെപ്പ് മദറിനെ ഭാര്യയായി സ്വീകരിക്കുകയും അതേക്കുറിച്ച് തനിക്കൊരു കുറ്റബോധം ഇല്ലാതെയും സഭ അതേക്കുറിച്ച് ഒരു വീണ്ടും വിചാരമില്ലാതെയും മുൻപോട്ട് പോയ ഈ സാഹചര്യത്തിൽ പ്രസ്തുത വിഷയം സംബന്ധിച്ച് പൗലോസിന്റെ അടുക്കൽ തനിക്ക് അറിവ് കിട്ടുകയും ക്ലോബയുടെ ആളുകളാൽ ഈ സഭയിൽ ഇങ്ങനെയുള്ള ചില പ്രതിസന്ധികൾ, ചില പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടെന്ന് പൗലോസ് മനസ്സിലാക്കുകയും ചെയ്തു. അതിൻ്റെ വെളിച്ചത്തിലാണ് പൗലോസ് ഇവിടെ ഈ ലേഖനം എഴുതുന്നത്. അങ്ങനെ വരുമ്പോൾ പൗലോസ് ഈ സഹോദരന്റെ മേൽ ദൈവവചനപ്രകാരം ശിക്ഷണ നടപടികൾ സഭ സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യതയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇത് പറയുമ്പോൾ പൗലോസ് കൊരിന്തിലില്ല, അദ്ദേഹം വിദൂരതയിലാണ്. അപ്പോൾ അവിടെ പറയാണ്, നിങ്ങളോടുകൂടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവും എൻ്റെ ആത്മാവും ഒന്ന് ചേർന്നിട്ട്, അതായത് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ശക്തിയോട് ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടുന്നതിന് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണം എന്ന് കൽപ്പിച്ചു. ജഡസംഹാരത്തിനായി വിധിച്ചിരിക്കുകയാണ്. ഇവിടെ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി വിധിക്കപ്പെട്ടിരിക്കാൻ ജഡസംഹാരം നടന്നില്ലെങ്കിൽ രക്ഷിക്കപ്പെടുകയില്ലല്ലോ, അദ്ദേഹം നരകത്തിലേക്ക് പോകുമല്ലോ എന്നുള്ളതാണ് ചില ആളുകൾ തെറ്റായി ഈ വാക്യാംശത്തെ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മറുപടിയാണ് ഇവിടെ ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടുത്തെ വിഷയം കർത്താവിൻ്റെ നാളിലെ രക്ഷയാണ്, വർത്തമാനകാല രക്ഷയല്ല. വർത്തമാനകാല രക്ഷയല്ല എന്ന് പറയുന്നതിന് കാരണം കർത്താവിൻ്റെ നാളിലെ രക്ഷ എന്താണെന്ന് ഇതിനു മുമ്പ് തന്നെ നമ്മൾ മറ്റൊരു ഭാഗം പഠിച്ചപ്പോൾ അന്ന് ആ എപ്പിസോഡിൽ പഠിച്ചതാണ്. കർത്താവായ യേശു ക്രിസ്തു സഭയെ സ്വീകരിക്കാനായി വരുന്നത് മധ്യാകാശത്തിലാണെന്ന്
1 തെസ്സലോനി 4 അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവായ ദൈവം വ്യക്തമായി അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ കർത്താവായ യേശു മധ്യാകാശത്തിൽ തന്റെ സഭയെ ചേർക്കുവാൻ വരുമ്പോൾ ആളത്വത്തിന്റെ രക്ഷയെക്കുറിച്ചല്ല അവിടെ പറയുന്നത്. കർത്താവിന്റെ മധ്യാകാശ വരവെങ്കിൽ ഒരു വിശ്വാസി രക്ഷിക്കപ്പെട്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കും. അവിടെ പൗലോസ് പറയുന്നത് ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും എന്നാണ്. കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്ത ആളുകൾ പുനരുത്ഥാനം പ്രാപിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ മധ്യാകാശത്തിലെ വരവെങ്കിലാണ്. അങ്ങനെ അവിടെ വെച്ച് അവർ പുനരുത്ഥാനം പ്രാപിച്ച് രക്ഷിക്കപ്പെട്ടവരായി തീർന്നിരിക്കയാൽ ശരീര ആത്മദേഹങ്ങളോടുകൂടിയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ, അതായത് ക്രിസ്തുവിന്റെ ന്യായാസനം മുമ്പാകിൽ ഉയർത്തെഴുന്നേറ്റ വ്യക്തി നിൽക്കുന്നത്. പുനരുദ്ധാനം ചെയ്യുന്ന വ്യക്തിക്ക് ശരീര ആത്മാവ് അവിടെ ഉണ്ടായിരിക്കും. ശരീരാത്മദേഹികൾ എന്ന് പറയുമ്പോൾ 2 പഠിപ്പിക്കലുകൾ ദൈവശാസ്ത്രയിലുണ്ട്. ഒന്ന്, പുനരുദ്ധാന ശരീരത്തിൽ നമുക്ക് ആത്മാവും പുനരുദ്ധാന ശരീരവും മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നും ദേഹി ഇല്ലായിരിക്കുമെന്നും ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. മറിച്ച് ദേഹവും ദേഹിയും ആത്മാവും ഉണ്ടായിരിക്കുമെന്നും പഠിപ്പിക്കുന്ന ആളുകൾ ഉണ്ട്. അത് എന്തുമാകട്ടെ, അത് വേറൊരു പഠന ശാഖയാണ്. അങ്ങനെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ ഉയർത്തെഴുന്നേൽക്കുന്ന വിശ്വാസികൾ ദേഹദേഹി ആത്മാക്കളുടെ അവിടെ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് അന്നത്തെ ജീവിത പരിശോധനയിൽ ലജ്ജിക്കപ്പെടാതിരിക്കേണ്ടതിനാണ് ജഡസംഹാരത്തിനായി ഇവിടെ സാത്താനെ ഏൽപ്പിക്കണം എന്ന് പൗലോസ് കൽപ്പിച്ചത്. ഒരു വിശ്വാസി തൻ്റെ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനം മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു എന്ന് 2 കൊരിന്ത്യർ 5 അധ്യായത്തിന്റെ 10 വാക്യത്തിലും റോമാലേഖനം 14 അധ്യായത്തിന്റെ 10 വാക്യത്തിലും പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവിന്റെ ന്യായാസനം മുമ്പാകെ നാം നിവർന്നു നിൽക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട നിമിഷം മുതൽ മരിച്ച സമയം വരെ നമ്മുടെ ശരീരത്തിൽ ജീവിച്ചുകൊണ്ട് നാം ചെയ്ത നല്ലതും തീയതുമായ പ്രവൃത്തികളെയാണ് അവിടെ കർത്താവ് ശോധന ചെയ്യുന്നത്. വ്യക്തമായി പൗലോസ് തന്നെ കൊരിന്ത്യരിൽ പറയുന്നു, അന്ന് അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയത്തിന്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തും എന്നാകുന്നു. അപ്പോൾ അതുകൊണ്ട് ശരീരാത്മദേഹികളൂടെ ഉയർത്തെഴുന്നേൽക്കുന്ന വിശ്വാസികൾ തങ്ങളുടെ ജഡശരീരത്തിൽ ജീവിച്ചപ്പോൾ ചെയ്ത പ്രവർത്തിക്കനുസരണം പ്രതിഫലം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ ന്യായാസനം മുമ്പാകെ നിൽക്കുന്ന നിൽപ്പിനെ കുറിച്ചാണ് അവിടെ അപ്പോസ്തലൻ പറയുന്നത്. പൗലോസ് അപ്പോസ്തലന്റെ കൊരിന്തിലെ സുവിശേഷ പ്രഘോഷണം മുഖാന്തരം രക്ഷിക്കപ്പെട്ടവനാണ് ഈ ദുർനടപ്പുകാരനായ വിശ്വാസി എന്ന് 1 കൊരിന്ത്യർ 4 അധ്യായത്തിന്റെ 15 വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെ അവൻ രക്ഷിക്കപ്പെട്ടവനാകിയാൽ റോമാലേഖനം 8 അധ്യായത്തിന്റെ 1 വാക്യപ്രകാരം അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല എന്നുള്ള വചനപ്രകാരം അവൻ ശിക്ഷാവധിക്ക് വെളിയിലുള്ളവരാണ്. അതായത് അവന്റെ നരകശിക്ഷ അവന് എന്നേക്കുമായി ഇല്ലാതെയായി തീർന്നിരിക്കുന്നു. നരകശിക്ഷയിൽ നിന്ന് അവൻ ഒഴിവുള്ളവനായി തീരുകയും അവന്റെ ആത്മാവ് ജീവൻ പ്രാപിച്ച് ജീവനായി തീരുകയും ചെയ്തു. റോമാലേഖനം 8 അധ്യായത്തിന്റെ 10 വാക്യം നമ്മുടെ ജീവനായ ക്രിസ്തു. കൊലോസ് ലേഖനത്തിൽ തന്നെ പറയുമ്പോൾ പൗലോസ് പിന്നെയും നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോട് തേജസ്സിൽ വെളിപ്പെടും. അതുകൊണ്ട് കർത്താവായ യേശു, നമ്മുടെ ജീവനായ യേശു ക്രിസ്തു വെളിപ്പെടുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവൻ പ്രാപിച്ച ഒരു വിശ്വാസി നിലയിൽ ഈ വിശ്വാസിയും ഉയർത്തെഴുന്നേൽക്കുകയും കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുകയും ചെയ്യും. അത് നിമിത്തം അവന്റെ ശരീരത്തിന് വീണ്ടെടുപ്പ് ലഭിക്കുമെന്ന് റോമാലേഖനം 8 അധ്യായത്തിന്റെ 11 വാക്യം വ്യക്തമായി പറയുന്നു. അങ്ങനെ അവൻ രക്ഷാപൂർത്തി അഥവാ ആളത്വപരമായ രക്ഷ പ്രാപിക്കും. ഞാൻ ഒന്നും കൂടി ആ വിഷയം വ്യക്തമാക്കാം. പൗലോസ് 1 കൊരിന്ത്യർ 4:15 പറയുന്ന പ്രകാരം കൊരിന്തിലെ തന്റെ ശുശ്രൂഷ മുഖാന്തരമായി കർത്താവായ യേശുവിനെ രക്ഷിതാവ് കർത്താവുമായി സ്വീകരിച്ചവനാണ് ഈ മനുഷ്യൻ. അങ്ങനെ അവൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ നരകശിക്ഷാവധിയിൽ നിന്ന് അവൻ വിമുക്തി പ്രാപിക്കുകയും അവന്റെ ശരീരത്തിന് വീണ്ടെടുപ്പ് ലഭിക്കുന്ന പ്രത്യാശ അവന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവൻ രക്ഷാപൂർത്തി അഥവാ ആളത്വ രക്ഷ പ്രാപിക്കുന്നത് 1 തെസ്സലോനി 4:16 പറയപ്പെടുന്ന കർത്താവിന്റെ വരവിലാണ്. എന്നാൽ അവന്റെ ജീവിത പന്താവിൽ അവൻ എന്ത് ചെയ്തു? ദുർനടപ്പിൽ വീണുപോയി. ദുർനടപ്പിൽ വീണപ്പോൾ ജീവിതം നഷ്ടമായി എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിന്റെ സൽഫലങ്ങൾ അവന് നഷ്ടമായി.
അല്ലെങ്കിൽ ദേഹി രക്ഷ നഷ്ടമായി, അവൻ പ്രായനായി തീർന്നു എന്ന് സാരം. അങ്ങനെ വരുമ്പോൾ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 13-ാം വാക്യവും യാക്കോബ് 5:20 കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അതിന്റെ ഫലമായി അവന്റെ രക്ഷയുടെ സന്തോഷം അവൻ നഷ്ടമായി. ഒരു വിശ്വാസി പാപം ചെയ്യുകയും ആ പാപത്തിൽ വീണുപോവുകയും ചെയ്താൽ നിശ്ചയമായും അവന്റെ രക്ഷയുടെ സന്തോഷം അവൻ നഷ്ടമാകും എന്നുള്ള തെളിവാണ് 51-ാം സങ്കീർത്തനത്തിൽ സങ്കീർണക്കാരനായ ദാവീദ് നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. 51-ാം സങ്കീർത്തനത്തെ കുറിച്ച് നമ്മൾ ദാവീദിന്റെ രക്ഷയെക്കുറിച്ച് പഠിച്ചപ്പോൾ അത് പഠിച്ചതാണ്. ദാവീദ് ഊരിയാവിന്റെ ഭാര്യയുമായി ശാരീരികമായി വീഴ്ചയിലേർപ്പെട്ടപ്പോൾ അവന് നഷ്ടമായത് അവന്റെ ആത്മരക്ഷയായിരുന്നെങ്കിൽ ദാവീദ് സ്വർഗ്ഗരാജ്യത്തിൽ കാണുകയില്ല. എന്നാൽ ദാവീദന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ ദൈവം സാക്ഷ്യം പറഞ്ഞ ഈ ദാവീദ് നിശ്ചയമായും സ്വർഗ്ഗരാജ്യത്തിന്റെ അവകാശിയാണ്. അവൻ 51-ാം സംഘത്തിൽ പറയുമ്പോൾ നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് അവന് രക്ഷയുടെ സന്തോഷം നഷ്ടമായി, രക്ഷ നഷ്ടമായില്ല എന്ന് മനസ്സിലാക്കാം. ഇവിടെ പറയപ്പെടുന്ന ഈ കൊരിന്തിലെ തുടർപ്പുകാരനായ സഹോദരനും അവന്റെ രക്ഷയുടെ സന്തോഷം നഷ്ടമായി. അത് നിമിത്തം കർത്താവിന്റെ നാളിലെ രക്ഷയും നഷ്ടമായി. അവിടെ അവന്റെ ഗൂഢപ്രവൃത്തികളെല്ലാം വെളിപ്പെട്ട് വരേണ്ടതാണ്. കർത്താവിന്റെ നാളിലെ രക്ഷ എന്ന് പറഞ്ഞാൽ ക്രിസ്തു അവന്റെ ജീവിതത്തിന്റെ നിലവാരത്തെ ശോധന ചെയ്യുന്ന ക്രിസ്തുവിന്റെ ന്യായസമം മുമ്പാകെ ആ ജീവിതം സത്പ്രവൃത്തികളാൽ ജീവിച്ചതായിരുന്നെങ്കിൽ അവന് അവിടെ രക്ഷ പ്രാപിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവം അവനെ അവന്റെ ജീവിതം ജയാളിയായ ജീവിതം നയിച്ചവന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമായിരുന്നു. പക്ഷെ അതവന് സാധിക്കുന്നില്ല. 1 കൊരിന്ത്യർ 4:5, 1 തിമോത്തി 5:25. അത് മുഖാന്തരമായി ക്രിസ്തുവിന്റെ ന്യായാസനം മുമ്പാകെ അവൻ ലജ്ജിക്കേണ്ടതായി വരും. നിത്യമായ താഴ്ചയും അവന് ഭവിക്കും. ചിലർ നിത്യ നിന്ദയ്ക്കും ചിലർ നിത്യ സന്തോഷത്തിനുമായും തേജസ്സിനായും ഉയർക്കുമെന്നാണല്ലോ വായിക്കുന്നത്. അപ്പൊ ഇവിടെ രക്ഷിക്കപ്പെട്ട എല്ലാവരും പുനരുദ്ധാനം പ്രാപിക്കുമെങ്കിലും ചിലർ കർത്താവിന്റെ മുമ്പാകെ ലജ്ജിക്കേണ്ടതായി വരും. കാരണം അവരുടെ ജീവിതം ദൈവത്തിന്റെ വചനപ്രകാരം കെട്ടിപ്പടുത്തല്ലായകയാൽ പ്രതിഫല നഷ്ടം അവർക്കുണ്ടാകും. അത് വരാതിരിക്കുവാൻ അവന്റെ പാപത്തെക്കുറിച്ച് അവൻ അനുദപിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യഥാസ്ഥാനപ്പെട്ട് ജീവിച്ച് മുമ്പോട്ട് പോകുന്നതിനാണ് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കണം എന്ന് പൗലോസ് കൽപ്പിച്ചത്. കർത്താവിന്റെ നാളിൽ അവന്റെ പ്രതിഫലത്തിനു വേണ്ടിയുള്ള അവന്റെ ജീവരക്ഷ അതവൻ നഷ്ടമാക്കാതെ അവൻ ജീവിക്കണം. എന്ത് ചെയ്യണം? അവൻ ദൈവസ്ഥലത്തിന്റെ പാപത്തെക്കുറിച്ച് അനുദപിച്ച് അവയേറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തോട് യഥാസ്ഥാനപ്പെട്ട് അവൻ കർത്താവിനോട് നിരവ് പ്രാപിച്ച് മുമ്പോട്ട് വരണം. അത് സാധിക്കാൻ സാത്താൻ അവനെ ദണ്ഡിപ്പിച്ചേ മതിയാവുള്ളൂ. അതിനായി ജഡസംഹാരത്തിനായി പിശാചിനെ ഏൽപ്പിച്ചു. അവന്റെ ആത്മാവ് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞിട്ടില്ല. ശ്രദ്ധിച്ച് വായിക്കണം. ദാറ്റ് ഈസ് സ്പിരിറ്റ് മേ ബി സേവ്ഡ് എന്ന് പറഞ്ഞിട്ടില്ല. അവന്റെ ആത്മാവ്, അവനെ ആത്മാവ് എന്നേ പറയുള്ളൂ. അവനെ ആത്മാവ്. അന്ന് പുനരുദ്ധാനം നടന്നു കഴിയും എന്നുള്ളതിനാൽ, എന്ന് ഈ കർത്താവിന്റെ നാളിൽ പുനരുദ്ധാനം നടന്നു കഴിയും എന്നുള്ളതിനാൽ ശരീരനായി അവൻ തീരും. 1 കൊരിന്ത്യർ 15:44. നാം എല്ലാവരും എന്ത് ചെയ്യും? പുതു ശരീരം പ്രാപിക്കും. ആകയാൽ അവന്റെ വ്യക്തിത്വത്തെ മുഴുവനായി ഉദ്ദേശിച്ചുകൊണ്ടാണ് ആത്മാവ് എന്ന് പറയുന്നത്. ആത്മാവിൽ എന്നാൽ വ്യക്തി എന്ന സാരം, അല്ലാതെ അവന്റെ അന്തരാത്മാവിന്റെ രക്ഷയെക്കുറിച്ചല്ല. ശരീര ആത്മദേഹികൾ ചേർന്നാണല്ലോ ഒരു മനുഷ്യൻ. ആ മനുഷ്യ ജഡം എന്നും ദേഹി എന്നും ആത്മാവെന്നും അതിനെ പറയാറുണ്ട്. മനുഷ്യനെ മുഴുവനായും ജഡം എന്ന പേരിലും പറഞ്ഞിട്ടുണ്ട്. സംഖ്യാപുസ്തകം 27:17, പ്രവൃത്തി 2:18 ദേഹി എന്നും പറഞ്ഞിട്ടുണ്ട്. എഹെസ്കേൽ 18:4-20. അതുപോലെ ഇവിടെ വ്യക്തിയെ മുഴുവൻ ഉദ്ദേശിച്ചാണ് ആത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. യെശയ്യാ 57:15, 1 കൊരിന്ത്യർ 15:44, 6, 16, 17 ഈ വാക്യങ്ങൾ ഇതിനോട് ചേർത്ത് ചിന്തിച്ചാൽ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ജഡസംഹാരത്തിനായ സാത്താന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നത് ഭയങ്കരമായ ഒരു പ്രവൃത്തിയാണ്. പിശാച് അവനെ രോഗങ്ങളാൽ, മാനസിക പീഡകളാൽ, ദണ്ഡനങ്ങളാൽ നിരന്തരമായി ശിക്ഷിക്കുമ്പോൾ ദൈവകൃപയിലായിരുന്ന കർത്താവിലുള്ള സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങളും അനുഭവിച്ച പൂർവ്വ ദിവസങ്ങളെ കുറിച്ചുള്ള ഓർമ്മ അവനിൽ തളം കെട്ടുകയും അതവനെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയും അവനെ ഈ തൻ്റെ പൂർവ്വ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകുവാൻ ദൈവസേനയിൽ ഉത്തേജിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ അവൻ എന്ത് ചെയ്യും? 1 കൊരിന്ത്യർ 11:32 വ്യാഖ്യാനം കൂടെ നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. അവൻ മാനസാന്തരപ്പെടും.
ഇവിടെ തന്നെ നാം വായിക്കുന്നത് അവൻ സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. കൊരിന്തിലെ സഭയിലെ വിശ്വാസിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. സാത്താന്റെ കയ്യിൽ അവനെ ഏൽപ്പിക്കപ്പെട്ടു. തന്നിമിത്തം യഥാസ്ഥാനത്ത് പെട്ടു. അങ്ങനെയാണ് വായിക്കുന്നത്. സാത്താന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും സാത്താൻ അവനെ ദണ്ഡിപ്പിക്കുകയും അതവനെ മാനസാന്തത്തിലേക്ക് നയിക്കുകയും കുറ്റബോധമുള്ളവാക്കി അവനെ തീർക്കുകയും അവൻ ദൈവസ്ഥനിൽ യഥാസ്ഥാനപ്പെടുകയും ചെയ്തു. നിലയില്ലാത്ത ദുഃഖത്തിൽ അവൻ താണു. 2 കൊരിന്ത്യർ 2:5-11 വരെയുള്ള വാക്കുകൾ വായിച്ചാൽ അവന്റെ യഥാസ്ഥാനത്തെക്കുറിച്ച് അവിടെ വിശദമായി പൗലോസ് പറയുന്നുണ്ട്. ഞാൻ ലേഖനങ്ങളെ കൊണ്ട് നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. എങ്കിലും ആ ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കി എന്നറിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാത്താനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ മനുഷ്യൻ തൻ്റെ ദുർനടപ്പിനെ കുറിച്ച്, പാപത്തെക്കുറിച്ച് വ്യക്തമായ നിലയിൽ അനുദപിക്കുകയും അങ്ങനെ അവൻ എന്ത് ചെയ്തു? അവൻ ദൈവമുമ്പാകെ തൻ്റെ പാപങ്ങളെ ഏറ്റുപറയുകയും അവൻ യഥാസ്ഥാനപ്പെടുകയും കൂട്ടായ്മയിലേക്ക് മടങ്ങി വരികയും ചെയ്തു. യാതൊരു കാരണവശാലും അവൻ്റെ ആത്മരക്ഷയെക്കുറിച്ചല്ല ഇത് പറയുന്നത്, മറിച്ച് കർത്താവിൻ്റെ നാളിൽ അവൻ്റെ പ്രതിഫലങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ അവൻ ദൈവമുമ്പാകെ ലജ്ജിപ്പാൻ വകയില്ലാതെ നിവർന്നു നിൽക്കാൻ കഴിയേണ്ടതിന് അവന് ദൈവം അവനെ ശുദ്ധീകരണത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചാണ് ഈ വചനങ്ങൾ പറയുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത് രക്ഷാനഷ്ടമല്ല എന്ന് ഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കും. നിങ്ങൾക്കേവർക്കും അത് ആ നിലയിൽ ഗ്രഹിപ്പാൻ കർത്താവ് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.